മറ്റൊരാൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഫാമിലി അവരോടൊപ്പം കൂടെയുണ്ട്. ഫാമിലിയെ നാട്ടിൽ നിർത്തി പോരാൻ എൻ്റെ മനസ്സ് അനുവദിക്കില്ല. എനിക്കെൻ്റെ ഭാര്യയെ സ്നേഹിക്കാനോ അവളെ തൃപ്തിപ്പെടുത്താനോ കഴിയുന്നില്ല. അവളോട് സംസാരിക്കാൻ പോലും എനിക്ക് കഴിയില്ല. അവൾക്ക് എന്നോട് നല്ല സ്നേഹമാണ്. പക്ഷേ തിരിച്ചു പ്രകടിപ്പിക്കാൻ വയ്യാത്തതുകൊണ്ട് എപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങളാണ്. ജോലി കഴിഞ്ഞ് വന്നാൽ ഞാൻ ഫോണിൽ കണിച്ചിരിക്കും. അവൾ എന്തെങ്കിലും സംസാരിക്കാൻ വന്നാൽ ഞാൻ ദേഷ്യപ്പെടും. ഞാൻ നല്ല ദേഷ്യമുള്ള ആളാണ്. എൻ്റെ വീട്ടിലും മറ്റുള്ളവർക്ക് ഞാൻ ദേഷ്യപ്പെടുമോ എന്ന് വിചാരിച്ച് പലതും എന്നോട് പറയാറില്ല. എനിക്കാണെങ്കിൽ ചെറുപ്പം മുതൽ ആൺകുട്ടികളോട് പ്രത്യേക ഇഷ്ടമാണ്. അതിൻ്റെ കാരണം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇടയ്ക്ക് അടിയും വഴക്കുമെല്ലാം ഉണ്ടാകുമ്പോൾ എൻ്റെ ചെറിയ കുട്ടി നോക്കി നിന്ന് കരയാറുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് സഹിക്കാനാകില്ല. എനിക്ക് നല്ല രീതിയിൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ എന്തു ചെയ്യണം? ഡിവോഴ്സ് ചെയ്യാനൊക്കെ എളുപ്പമാണ്, പക്ഷേ എനിക്കതിനും കഴിയില്ല. ഞാനതിനെക്കുറിച്ച് ആലോചിക്കുന്നുമില്ല. അവൾ ചെയ്തു തരുന്ന കാര്യങ്ങളും കുട്ടിനെയും ഓർത്ത് അവൾ പറയും അവളെ പ്രോബ്ലമാണെന്ന്. പക്ഷേ പ്രോബ്ലം എൻ്റേതാണെന്ന് എനിക്ക് നന്നായി അറിയാം. അവൾ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ബെഡ്റൂമിൽ പോലും ഞാൻ കയറിയാൽ മൊബൈലിൽ കളിച്ച് കുറച്ച് കഴിഞ്ഞ് ഉറങ്ങും. എൻ്റെ പ്രധാന പ്രശ്നം ദേഷ്യമാണ്. അതുപോലെ അവളെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. ആൺകുട്ടികളോട് എനിക്ക് നല്ല താല്പര്യവുമാണ്. അവരെ വീഡിയോസ് കണ്ട് ഞാൻ ആസ്വദിക്കാറുണ്ട്. ചില ടൈമിൽ ഡേറ്റിങ്ങിനും പോകാറുമുണ്ട്. എനിക്കിതിൽ നിന്നെല്ലാം ഒഴിവായി എൻ്റെ ഫാമിലിയുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്തെല്ലാം ചെയ്യണമെന്ന് വിശദീകരിക്കാമോ? ഞാൻ വളരെ മനപ്രയാസത്തിലാണ്. എനിക്കെൻ്റെ ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. നമുക്ക് ഇതിൽ ഞാൻ കുറേ ഒരു പോസിറ്റീവുകൾ കാണുന്നുണ്ട്. ഒന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ പരാതികൾ അയാളെ ഭാര്യയാണ് നമുക്ക് എഴുതിയിട്ട് നിങ്ങൾ വായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ. അപ്പോൾ നമ്മളെന്താ ചിന്തിക്കുക? ഇയാളുടെ മനസ്സൊന്ന് മാറ്റി കിട്ടാൻ എങ്ങനെ സാധിക്കുമെന്നൊരു അഡ്വൈസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ വൈഫിന് നമ്മൾ കൊടുക്കുക. ഇതൊരു മാനസിക മാറ്റത്തിന് സ്വയം സന്നദ്ധമായി അതിന് സാധിക്കാത്തതിൻ്റെ നിസ്സഹായതയെക്കുറിച്ചാണ് ഈ സുഹൃത്ത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ ഇതൊരു 80% നമുക്കൊരു മാറ്റത്തിന് എളുപ്പമാണ്. കാരണം ഒരു മാറ്റം ആവശ്യമാണെന്ന് അയാൾ സ്വയം ഉൾക്കൊള്ളുന്നു എന്നുള്ളത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിനെങ്ങാനും അതിനനുസരിച്ച് പ്രായോഗികമായി മാറാൻ പറ്റുകയാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം രക്ഷപ്പെടും. അതിലുള്ള മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ഈ ഭാര്യ-ഭർത്തൃ ബന്ധം നിലനിൽക്കുന്നത് എന്താണ്? സത്യത്തിൽ ഒരാണ് പെണ്ണ് എന്നുള്ള നിലക്കുള്ള ആ ഒരു വൈകാരിക ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത്. കാരണം വേറെയുള്ള ഏത് ബന്ധങ്ങളാണെങ്കിലും ആ ബന്ധങ്ങളെ സ്ഥിരമായി നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നൊരു ഘടകം അതിലെന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. എന്നാൽ ഇതിലങ്ങനെ ഉണ്ട്. രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ശാരീരിക ആവശ്യങ്ങൾക്ക് ആവശ്യമാണ്, മാനസികമായ സമാധാനത്തിന് രണ്ടുപേരുടെയും ആവശ്യമാണ്. അങ്ങനത്തെ ഒരു ബന്ധമാണല്ലോ ഈ ബന്ധമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിലെന്താ വെച്ചാൽ ഏറ്റവും പ്രധാനമായൊരു സ്ഥാനം ഈ ലൈംഗികതയ്ക്ക് ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതൊരു പ്രധാന ഘടകം തന്നെയാണ് അതിൽ. കാരണം നമ്മൾ പ്രായപൂർത്തിയായിട്ടാണ് വിവാഹം കഴിക്കുന്നത്. വിവാഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അതാണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാമികമായി തന്നെ നമുക്ക് ഉപദേശമുണ്ട്. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ ഇദ്ദേഹം ഇത്തരം കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വ്യഭിചാരത്തിൻ്റെ അവിഹിതമായ ഒരു വഴിയെ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ അയാൾക്കൊരു വൈഫിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ശരിയായിട്ട് ഇഷ്ടപ്പെട്ട് പരിചരിച്ച് സ്നേഹിച്ച് കൊണ്ടുനടക്കുക എന്നുള്ളത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഇദ്ദേഹം ചെയ്യേണ്ട വളരെ സിമ്പിളായ കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ ഗുരുതരമായ തെറ്റാണ് അദ്ദേഹം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വീഡിയോസ് കാണലും ഈ ഡേറ്റിംഗ് ആപ്പിൽ കയറിയിട്ട് ഇവരായിട്ട് ബന്ധപ്പെടണം എല്ലാം വളരെ ഗുരുതരമായ തെറ്റാണ്. ആ തെറ്റ് നിഷിദ്ധമായതുകൊണ്ട് തന്നെ അത് അദ്ദേഹം എന്ത് ചെയ്യണം, അവസാനിപ്പിക്കണം. അത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. കാരണം ഇത് നമ്മളൊരു ശീലത്തിൽ നിന്നുണ്ടാവുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഒരു പ്രായപൂർത്തിയാകുമ്പോൾ എന്ന സമയത്ത് എന്ത് ചെയ്യും, അപ്പോൾ വൈകാരികത നിർവഹിക്കാൻ വേണ്ടി നമുക്ക് തോന്നുന്ന നമ്മളപ്പോൾ എത്തിപ്പെടുന്നൊരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുക, അത് പൂർണ്ണമായും ഒരു 2-3 ആഴ്ചത്തേക്ക് ഞാൻ ഇനി അത്തരം കാഴ്ചകൾ കാണില്ല, അങ്ങനെ ചിന്തിക്കില്ല എന്ന് ആലോചിച്ച് തീരുമാനിക്കുക. അതിന് സഹായകമാകാൻ അദ്ദേഹം എന്ത് ചെയ്യുക, കുറച്ച് ഖുർആനായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് അദ്കാറുകളൊക്കെ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ രാവിലെ 100 പ്രാവശ്യമൊക്കെ ചൊല്ലി അദ്ദേഹം പൈശാചികമായ പ്രേരണകളെ നിയന്ത്രിച്ച് അള്ളാഹുള്ളൊരു സ്മരണ ഉണ്ടാക്കി വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി ഈ തെറ്റ് പൂർണ്ണമായും അവസാനിപ്പിക്കാം. ഈ തെറ്റ് അവസാനിപ്പിക്കാതെ അയാൾ ആഗ്രഹിക്കുന്ന ഒരു പരിഹാരവും ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഈ തെറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് അദ്ദേഹം പിൻവാങ്ങുക.
അത് പിൻവാങ്ങി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്താണ്, അദ്ദേഹം ഈ കുട്ടിനെയും ഭാര്യനോടൊക്കെ നല്ല നിലക്ക് പെരുമാറി എന്താണോ തൻ്റെ അടുത്ത് വരുന്ന പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുക. കൊണ്ടിപ്പോൾ ദേഷ്യമാണ് ഇപ്പോൾ അടിസ്ഥാനം. ദേഷ്യം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഈ ചെയ്യണത് തെറ്റാണെന്നുള്ള ബോധത്തോടു കൂടെയാണ് അയാളിത് ചെയ്യണത്. അതാണ് അയാളുടെ ദേഷ്യത്തിൻ്റെ കാരണം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, സംതൃപ്തനല്ല. അപ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെയാണല്ലോ, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വിങ്ങൽ മനസ്സിലുണ്ട്. അതാണ് അയാളിൽ നിന്ന് ഈ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത് നിർത്തുന്നതോടുകൂടെ നന്നായി പെരുമാറാനും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാനും അദ്ദേഹത്തിന് കഴിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്.